ഞാൻ പറയുന്നില്ല. പക്ഷേ ഹൈക്കോടതിയുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. ഹൈക്കോടതിക്ക് ആകെ ചെയ്യാൻ പറ്റുക അവർക്ക് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, നിർദ്ദേശിക്കുക എന്നൊക്കെയാണ്. അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ ACR എഴുതാൻ പോകുന്നത് സംസ്ഥാന സർക്കാരാണ്. ആനുവൽ കോൺഫിഡൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയല്ല എഴുതുക. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നാളെ അത് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി മന്ത്രിയുടെ അടുത്ത് പോകണം. സ്വാഭാവികമായും മന്ത്രി പറയുന്നത് കേൾക്കുള്ളൂ. വാക്കാലുള്ള ഉത്തരവുകൾ, രേഖാമൂലമുള്ള ഉത്തരവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഇത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെങ്കിൽ, കുറ്റവാളികളെ മുഴുവൻ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ അത് സാധ്യമാവില്ല. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ആ ആവശ്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. പക്ഷേ മൊത്തത്തിൽ ഒരു പരിശോധന എല്ലാ പ്രതികളുടെ വീട്ടിൽ നടത്തിയിരുന്നു. തന്ത്രിയുടെ വീട്ടിൽ മാത്രം പോയില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളൊക്കെ ചില കേന്ദ്രങ്ങൾ വരികയും ചെയ്തിരുന്നു. തന്ത്രി വീട്ടിലേക്ക് അല്ല, ED എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത് ഞാൻ ED നിയന്ത്രിക്കുന്ന ആളല്ല. അതായത് ED അന്വേഷിക്കുന്ന ആംഗിൾ മണി ലോണ്ടറിംഗ് മാത്രമാണ്. ബാക്കി ശബരിമലയിൽ സ്വർണം അടിച്ചു മാറ്റിയോ, ആർക്കാണ് വിറ്റത്, അങ്ങനത്തെ കേസുകളൊക്കെ CBIക്ക് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ED മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശബരിമലയിലെ മാർഗം ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ കൊള്ളയെ ഉപയോഗിച്ചിട്ടുണ്ടോ, ED കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തും. ആ കാര്യത്തിൽ EDയെ സംശയിക്കാനുള്ള ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ നിലവിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ട്. കാര്യം അതിനോട് കൂട്ടിച്ചേർക്കെന്ന് പറഞ്ഞാല് ഈ പഴയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ ഒരു ആരോപണം അതാണ്. കാര്യം സർക്കാരിന് അനുകൂലമായ കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് വിടുന്നതിന് വേണ്ടി ആ സംഘത്തിനുള്ളിൽ തന്നെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെ അങ്ങനെ തന്നെ സംശയം. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമല്ലേ. കടകംപള്ളി സുരേന്ദ്രൻ ഹാജരാകുമ്പോൾ അത് ആരും അറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ SITയിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. മറ്റു പലരെയും ചോദ്യം ചെയ്യുമ്പോൾ തന്ത്രിയെ ചോദ്യം ചെയ്താലും അറസ്റ്റ് ചെയ്താലും അപ്പോഴപ്പോഴെല്ലാ മാധ്യമങ്ങളും വിവരം അറിയുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ അറിയുന്നില്ല. അത് തന്നെ SITയുടെ നിഷ്പക്ഷതയെ കുറിച്ചിട്ടുള്ള സംശയം, ആ സംശയത്തിന് മതിയായിട്ടുള്ള ഒരു കാരണം. കുറ്റം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടണം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രിയെയും ഒരു മന്ത്രിയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ മെഡിക്കൽ കോളേജ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി ആശുപത്രിയുടെ വികസന സമിതി യോഗം ചേർന്നു. അത് തന്നെ ഒരു എക്സ്റേ മെഷീനില്ല, സ്കാനറില്ല, MRI സ്കാനറില്ല. അവിടെ ഒരു ഫെസിലിറ്റിയും സംവിധാനമില്ലാത്ത ഒരു ആശുപത്രിയിൽ ഇത് അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതെന്ന് ബന്ധപ്പെട്ടാകുന്നു. അവിടെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നിങ്ങൾ പെട്ടുപോകുന്നു എന്ന് എനിക്കും പറയാനുള്ളത്. കാരണം എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അർത്ഥം ഇങ്ങനൊരു ആശുപത്രി ആവശ്യമാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സൗകര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ, ഞാനത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി വാദത്തിന് വേണ്ടി താങ്കളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു എന്നിരിക്കട്ടെ. ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയായിരുന്നു മെഡിക്കൽ കോളേജ്. 600 കോടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ അസൗകര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു. ഒരു 3 ഏക്കറുള്ള ഭൂമിയിലാണോ മെഡിക്കൽ കോളേജിന് വേണ്ടി വന്ന്? അതല്ലേ, അതിനാണല്ലോ അണ്ടർടേക്കിംഗ്. എങ്ങനെ അണ്ടർടേക്കിംഗിന്റെ അർത്ഥം അതല്ലേ? എവിടെ സംസ്ഥാന സർക്കാർ 6-9 മാസമായി ഈ ഒരു തീരുമാനം എടുത്തിട്ട്. ഏത് തീരുമാനം? ഈ ഒരു മെഡിക്കൽ കോളേജ് 20 മെഡിക്കൽ കോളേജുകൾ അനുവദിക്കണമെന്ന് ESI മെഡിക്കൽ കോളേജ് 8. ഓക്കെ, ഇത്രയും മാസമായിട്ട് ഇപ്പോഴാണോ ഇനി ഇറങ്ങിത്തിരിക്കുന്നത്? 20 മാസം മുമ്പ് തീരുമാനം എടുത്തു ആരാ പറഞ്ഞേ? ചേട്ടാ, ഞാൻ പറയുന്നത് ശരി, ഓക്കെ, 8 ഞാൻ പറയുന്നത് ഇത്രയേറെ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കാൻ തീരുമാനിച്ചു. അതിലൊന്നായിരുന്നു ESI സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുള്ള മെഡിക്കൽ കോളേജ്. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ഇതിന് ഒരു കല്ലുപോലും എടുത്ത് വെച്ചില്ല? അതുകൊണ്ടാണ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നത്. ഞാൻ ചോദിക്കുന്നത് അല്ലല്ല, എന്റെ ചോദ്യം അല്ലല്ല, നിങ്ങളുടെ ചോദ്യം രണ്ടാമത്. നിങ്ങളുടെ ചോദ്യം
എന്റെ ചോദ്യത്തിന് മറുപടി കൊല്ലം എംപിയും ബിജെപിയും കൂടെ സംയുക്തമായിട്ട് ഇവിടെ സമരം നടത്തുമ്പോ അതിലുണ്ടാകുന്ന സംശയമാണ് ഞാൻ സംയുക്ത എന്ത് സമരം നടത്തുന്നത്? ഇന്ന് സംയുക്തമാണ് എല്ലാത്തിനും ഇത്രയും ബിജെപിയുടെ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഈ ജില്ലാ പ്രസിഡന്റിനോട് ഇപ്പൊ പ്രസിഡന്റ് ചോദിക്കാം. കൊല്ലം എം പി ബിജെപിയുടെ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അല്ല, പ്രയോഗങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ. അതായത് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഈ പ്രചരണം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രചരണം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ ശ്രമിച്ചോളൂ, വിരോധമില്ല. പക്ഷെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. കാരണം എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അർത്ഥം ഇങ്ങനെ ഒരു ആശുപത്രി ആവശ്യമാണ് എന്നുള്ളത് പറയലാണ്. ഈ ലാസ്റ്റ് നിമിഷം മാത്രമേ ആണല്ലോ 9 അല്ലല്ല ആശുപത്രിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു മിനിറ്റ് ചോദിച്ചോ? ചോദ്യം കഴിഞ്ഞോ? ഒന്നുമില്ല. ഞാൻ